നന്ദനയും ഹരിപ്രസാദും പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കാർ ആക്സിഡന്റിന്റെ വിവരങ്ങൾ നന്ദനയോട് ചോദിച്ചറിയുന്ന ഹരിപ്രസാദ്. ആ ആക്സിഡന്റിൽ എന്തോ ചതിയുണ്ടെന്നും ഹരിപ്രസാദ് പറഞ്ഞ സംശയങ്ങൾ ഉദയനോട് പറയുന്ന നന്ദന. ഉദയനും അതിനെ അനുകൂലിക്കുന്നു. നമുക്ക് പറ്റാനിരുന്ന അപകടമാണ് അന്ന് കാർ ഓടിച്ച മെക്കാനിക്കിനും ഭാര്യയ്ക്കും പറ്റിയതെന്ന് ഉദയൻ. ബാലരാമവർമ്മ കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. ഉദയനും നന്ദനയ്ക്കുമെതിരെ സംസാരിക്കുന്ന കാർത്തിക. വസുന്ധരയുടെ തിരോധാനത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ബാലരാമവർമ്മ. ഇനി തുടർന്ന് കാണുക. ജലജേ, ജലജേ, എവിടെ ജലജേ? കല്യാണക്കുറി അടിക്കാൻ കൊടുക്കണ്ടേ? ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാ. ദാ കാർഡ് സെന്ററിന് കൊടുത്തയച്ച കാർഡുകളാ, പല മോഡലുകളുണ്ട്. നീ ഒന്ന് സെലക്ട് ചെയ്തേ. എന്റെ കല്യാണാണോ ഞാൻ കുറി സെലക്ട് ചെയ്യാൻ? പിന്നെ എന്റെ കല്യാണമാണോ? അമ്മയ്ക്കും മോക്കും ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാന്ന് വിചാരിച്ചപ്പോ സുപ്രിയ എവിടെ? റൂമിൽ കാണും. പ്രിയേ, ദേ അച്ഛൻ വിളിക്കുന്നു. ഇത് കൊള്ളാൻ നോക്കിയേ. വല്ലാത്ത കളറായി പോയി. പാർട്ടി മീറ്റിംഗിന്റെ അറിയിപ്പാണെന്ന് തോന്നും. ഇതോ? ഇതിനൊരു എടുപ്പ് പോരാ. എന്നാ പിന്നെ പ്രിയ വരട്ടെ. മോളെ, നാളെ ഓഡിറ്റോറിയത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പോണ്ടേ? ഓഡിറ്റോറിയം, മണ്ഡപം, ഡെക്കറേഷൻ, കേറ്ററിംഗ്, ബുക്കിംഗ് എല്ലാം നാളെ നടത്തണം. ഒറ്റ യാത്ര കൊണ്ട് മുഴുവൻ ഓക്കെ ആക്കണം. നീ രാവിലെ റെഡി ആയിക്കോണം. ഞാനെന്തിനാ വരുന്നേ? രവി പോയാൽ പോരെ? എനിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. പക്ഷെ എന്നാ നീയും വരണം, അല്ലെങ്കിൽ പിന്നെ പരാതി പറയും. ഓഡിറ്റോറിയത്തിലെ ഫാനിന് നിറം പോരാ, കല്യാണ മണ്ഡപം ചെറുതായി പോയി, സദ്യ റിച്ച് ആയില്ല എന്നൊക്കെ പറഞ്ഞ് പഴി പിടിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ജലജ റെഡി ആയിക്കോ. രവിയുടെ വർത്തമാനം കേട്ടാ തോന്നും ഞാൻ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യില്ല. അന്നേരം പിശക് ചൂണ്ടിക്കാണിക്കും. അതിനിയായാലും ചെയ്യും. ഇപ്പൊ പറഞ്ഞതും പരാതിയുടെ സ്വരത്തിലാ. എന്നാ പിന്നെ മിണ്ടായിരിക്കാൻ ഞാൻ. അതാണോ ജലജ അതിനുള്ള മറുപടി? കല്യാണത്തിന് തലേ ദിവസം റിസപ്ഷൻ വെക്കുന്നതിനെ പറ്റി നീ എന്ത് പറയുന്നു? വേണം, പക്ഷെ ഗിഫ്റ്റുകൾ കൊണ്ടുവരരുതെന്ന് ലെറ്ററിൽ പ്രത്യേകം ചേർക്കണം. ഇത്ര ബോറൊരു പരിപാടിയില്ല. കുറെ നിലവിളക്കും താജ്മഹലും ക്ലോക്കും പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരും. ഒരു ഉപകാരവും ഇല്ല. അടുക്കി വയ്ക്കാൻ വീട്ടിൽ സ്ഥലവും തികയത്തില്ല. ഓരോ നാട്ടു നടപ്പല്ലേ. പ്രസന്റേഷൻ വേണ്ടെന്ന് പറഞ്ഞ ചിലർക്ക് അത് മതി പിണങ്ങാൻ. നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും റിസപ്ഷൻ വെക്കാം. വരുന്നവർക്ക് നല്ല ഫുഡ് കൊടുക്കണം. വെജും നോൺ വെജും വേണം. പിന്നെ ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം. രവിയുടെ ഫ്രണ്ട്സിന് വേണ്ടി ലിക്കറും അറേഞ്ച് ചെയ്യാം. വേണ്ട വേണ്ട, കള്ളിന്റെ പരിപാടിയേ വേണ്ട. ഫുഡ് കഴിക്കാനായിട്ട് അപ്പറ്റൈസറും പറഞ്ഞു തുടങ്ങും. ഒടുവിൽ ശാപ്പാട് കഴിക്കില്ല, കിറുങ്ങി നടക്കും. എന്റെ മോളുടെ കല്യാണത്തിന് അങ്ങനെ വെള്ളം അടിച്ച് ആരും അനുഗ്രഹിക്കണ്ട. എന്താ ഞങ്ങള് കല്യാണക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. മോക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അച്ഛനും അമ്മയും ഡിസൈഡ് ചെയ്താൽ മതി. അത് പോരാ, നിന്റെ സജഷൻസ് വേണം. ഞാൻ എന്ത് സജസ്റ്റ് ചെയ്യാനാ? ഗോൾഡിന്റെ കാര്യമാണെങ്കിൽ ജ്വല്ലറി ചെന്നിട്ട് ചോയ്സ് പറഞ്ഞാ പോരെ? കതിർ മണ്ഡപത്തിൽ കല്യാണം നടക്കുമ്പോ സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാം വേണ്ടേ? ഫ്യൂഷൻ മ്യൂസിക് ആണ് സാധാരണ വെക്കുക. ജുഗൽബന്ദി കൊള്ളാം. അതാവുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ. എന്തിനാ അച്ഛാ അതൊക്കെ? ആളുകൾ വരുന്നത് കല്യാണം കാണാനോ അതോ ഗാനമേള കേൾക്കാനോ? വെറും നോൺസെൻസ്. ഏതോ പാട്ടുകാരന്റെ കല്യാണത്തിന് അത് തുടങ്ങി വെച്ചു. മറ്റുള്ളവർ അതിന് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അത്തരം ഷോ ഒന്നും വേണ്ട. ഇവളോട് അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല രവി. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്യാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. മോളെ വിളിച്ചതേ ഈ കല്യാണക്കുറികളൊക്കെ ഒന്ന് കാണിക്കാനാ. ക്ഷണക്കത്തുകളുടെ പലതരത്തിലുള്ള മോഡലുകളുണ്ട്. പ്രിയക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തതാ. ഏതായാലും മതി. എന്നാ പിന്നെ നിന്നെ വിളിച്ചു കാണിക്കണായിരുന്നോ? കൊടുക്ക്. എല്ലാം കൊള്ളാം. ഇങ്ങനെ ഉഴപ്പി പറയാതൊന്നും ചൂണ്ടിക്കാണിക്കേ. അച്ഛൻ ഇഷ്ടപ്പെട്ടത് എടുക്കുക. പ്രിയേ, നീ എന്താ ഇങ്ങനെ ഇൻഡിഫറന്റ് ആകുന്നത്? പിന്നെ ഒരു കല്യാണം വരുന്നു എന്ന് വെച്ച് മനുഷ്യർക്ക് സമാധാനം തരില്ലേ? നീ ഇപ്പൊ ഇതിന്ന് ഒരു ലെറ്റർ തെരഞ്ഞെടുക്കുന്നുണ്ടോ? ഇല്ല. വേണ്ട, എല്ലാത്തിനും നോ പറഞ്ഞോണ്ടിരുന്നോ? എനിക്കല്ലേ ആവശ്യം. ഇങ്ങോട്ടാ താ. നിനക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. ലെറ്റർ അടിക്കാൻ കൊടുക്കുന്നില്ല. എന്ത് ഇത് ചേട്ടാ? വേണ്ട, കല്യാണമേ വേണ്ട.
പകരം എന്റെ നിന്റെ ചാവടി യന്ത്രം നടത്തട്ടെ ഇവൻ. പ്രസ്സിൽ കൊടുക്ക ഒരു കല്യാണക്കുറി തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അവൻ മനുഷ്യനെ കളിയാക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടാ. അച്ഛൻ ഇഷ്ടപ്പെട്ട ലെറ്റർ ഫിക്സ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞുള്ളൂ. അച്ഛൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടുവയ്ക്ക്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് വെച്ച് കല്യാണം നടത്ത്, നിങ്ങൾക്ക് രണ്ടാൾക്കും തോന്നുന്നിടത്ത് വെച്ച് തോന്നുന്നതൊക്കെ ചെയ്യ്. പിന്നെ എന്തിനാടാ കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്നത് നീ? കല്യാണ ചെറുക്കൻ, കല്യാണം, കല്യാണ പെണ്ണ്, ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളല്ല. കേട്ടല്ലോ നീ, ഒന്നും അവന്റെ ആവശ്യമല്ല. എനിക്ക് നിനക്കുള്ള ആവശ്യത്തിന് വേണ്ടി മഹാനായ മോൻ നിന്ന് തരുന്നു എന്ന് മാത്രം. ഇത് ശരിയാവത്തില്ല രേണുകേ, ശരിയാവത്തില്ല. പണ്ടായിരുന്ന കല്യാണക്കുറി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നത്. ഇന്നത്തെ കാലത്ത് ഫോണിൽ ഒരു മെസ്സേജ്, അതിന്റെ ആവശ്യമുള്ളൂ. മെസ്സേജും വേണ്ട, പകരം ഒരു മിസ് കോൾ അടിച്ചാൽ മതി. അപ്പൊ അവർ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും. അന്നേരം പറയും കല്യാണമാണ്, സൗകര്യം ഉണ്ടെങ്കിൽ വരണമെന്ന്. രേണുകേ, കല്യാണക്കുറിയല്ല, എല്ലാം ഇവന്റെ നോട്ടത്തിൽ അനാവശ്യമാ. അങ്ങനൊന്നും ഹരി പറഞ്ഞില്ലല്ലോ. പറയുന്നത് എന്തിനാടി? ഇവന്റെ പ്രവൃത്തി അത്തരത്തിലല്ലേ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ഹരി, പറയാതിരിക്കാൻ വയ്യ. അച്ഛന്റെ പിടിവാശിയെ കുറിച്ച് അമ്മ പറയാത്ത എന്താ? എനിക്ക് പിടിവാശി, നീ ഇത് പറയണോടാ. ഒരിക്കൽ പെട്ടി എടുത്തോണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാ. അന്ന് അത് ചെയ്യാത്തത് മണ്ടത്തരമായി പോയി. സാരമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയ്യോ ചേട്ടാ, പോവല്ലേ ചേട്ടാ? രാത്രി ഇത് എങ്ങോട്ട് പോവാ ചേട്ടാ? ഒന്ന് നിന്നേ. എന്ത് ഭാവിച്ച ഇത്? രണ്ട് കൽപ്പിച്ചാണെന്ന് കൂട്ടിക്കോ. എനിക്ക് വാശിയാണെന്ന് അവൻ പ്രഖ്യാപിച്ചില്ലേ? വാശി തന്നെയാണ് എനിക്ക് വാശി. എഴുന്നേറ്റ് വന്നേ, മഞ്ഞുണ്ട്, പനി പിടിപ്പിക്കണ്ട. വാ. എനിക്ക് പനി പിടിച്ചാൽ നിനക്കൊക്കെ എന്താടി? വാ ചേട്ടാ. ഞാൻ ഇനി ഈ വീട്ടിനകത്തേക്ക് കയറുന്ന പ്രശ്നമില്ല. നേരെ എന്തായാലും ഒന്ന് വെളുത്തോട്ടെ, എന്നിട്ട് അപ്പം തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. ഇത് വലിയ കഷ്ടമായല്ലോ. ഇതല്ല, ഇതിലും വലിയ കഷ്ടമായി ഇനി വരാതിരിക്കുന്നത്. ദൈവത്തെ വിചാരിച്ച് വീടിനകത്തു വാ, അയൽക്കാർ കാണും ചേട്ടാ. കാണട്ടടി, എല്ലാരും അറിയട്ടെ നിന്റെ മോന്റെ വിശേഷങ്ങള്. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങിയാലോ? രേണുകേ, നീ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. പനി പിടിക്കൂന്ന്. പനി പിടിച്ച് ചാവട്ടെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എന്നാ ഞാനും ഇവിടെ ഇരിക്കാൻ പോവാ, അത്രയ്ക്ക് കൊള്ളില്ലല്ലോ. ഒരു നല്ല ക്ഷണക്കത്ത് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അവൻ ആരാണെന്നടി അവന്റെ വിചാരം? അച്ഛാ, അച്ഛാ, എന്നെ വിളിക്കണ്ടെന്ന് പറയണേ. കേട്ടില്ലേ, അച്ഛനെങ്ങനെ വിളിക്കണ്ടെന്ന്. ശരി, വിളിക്കുന്നില്ല. അച്ഛനിങ്ങോട്ടൊന്ന് നോക്കാലോ. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത മോഡല്. അച്ഛാ, അതിന് ഞാനെന്ത് വേണം? ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുക്കണം. ഇത് നോക്ക്. ഹായ്, കൊള്ളാല്ലേ? ഞാൻ കണ്ടില്ല. അതെ, ഇവിടെ വെട്ടമില്ലാത്തോണ്ടാ. അച്ഛൻ വാ, അകത്തു പോയി നോക്കാം. വാ, വന്നേ, എനിക്ക് വന്നേ. ചേട്ടാ, ഇത് നേരത്തെ ആകായിരുന്നല്ലോ. മോനേക്കാൾ കുഞ്ഞാട്ടൊരു അച്ഛൻ, അച്ഛനേക്കാൾ കുഞ്ഞാട്ടൊരു മോൻ. കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാം. ഇത് കൊള്ളാല്ലേ? ചായ ഇപ്പൊ തരാം. അച്ഛൻ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഞാനും ഉറങ്ങിയിട്ടില്ല. എന്തു ഭാവിച്ച പ്രിയേ നീ? നല്ല പയ്യൻ, നല്ല ജോലി, നല്ല കുടുംബം, ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാ. വഴി തെറ്റി വന്ന ആലോചന എന്ന് പറ. മറ്റെവിടെയോ പെണ്ണ് കാണാൻ വേണ്ടി പോയ ഹരിപ്രസാദ് വഴി തെറ്റി ഇവിടെ വന്നു. വീണത് വിദ്യയാക്കി ഒരാലോചന നടത്തി. ദൈവമാ ഹരി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് വിചാരിക്കും. അന്ന് പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞ മറ്റേ കൂട്ടർ ഇങ്ങോട്ട് വന്നതുമില്ല. അത് ദൈവം ഇടപെട്ടിട്ടല്ല, ഞാൻ ഇടപെട്ടത്. നീയോ? പത്തനംതിട്ടക്കാരൻ ശ്യാംകുമാർ പെണ്ണ് കാണാൻ വരാതെ പിന്മാറിയില്ലേ? ഞാൻ വിളിച്ചറിയിച്ചതുകൊണ്ടാ അവര് വരാതിരുന്നത്. സുപ്രിയേ, ശ്യാമിനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്.
പിന്നെ അയാള് വരുമോ? അപ്പൊ നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു. ഞാൻ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. ഹരിപ്രസാദുമായുള്ള കല്യാണം ഉറപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതാണ് സംഭവിച്ചത്. അച്ഛൻ ഇതൊന്നും കേക്കണ്ട. പക്ഷെ കേട്ടല്ലോ. വാട്ട്സ് റോങ് വിത്ത് യു? എന്താ നിനക്ക്? എന്നോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. കമോൺ പറ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല രവി. നീ മിണ്ടരുത്. അവള് പറയട്ടെ. എനിക്ക് കല്യാണം വേണ്ട. ഹരിപ്രസാദുമായിട്ടുള്ള കല്യാണം വേണ്ടെന്നാണോ? എനിക്ക് കല്യാണമേ വേണ്ട. കാരണം? അറിഞ്ഞുകൊണ്ട് ഒരാളെ വഞ്ചിക്കാൻ എനിക്ക് വയ്യ. വഞ്ചിക്കാനോ? എന്താ ജലജ ഇത്? ഒന്നുമില്ല. ഒരാലോചന വരുമ്പോൾ എല്ലാ പെൺകുട്ടികളും പറയും ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. അത്രേ ഉള്ളൂ. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് ഭംഗിവാക്കല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ അമ്മയും മോളും എന്തൊക്കെ ഒളിക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് സംശയമുണ്ട്. രവി, ഞാൻ ഈ വീട്ടിൽ ആരാ? എനിക്ക് എന്താ ഇവിടെ സ്ഥാനം? കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ ഉണ്ട്. ജലജ പറയണം, എന്താ നമ്മുടെ മോക്ക് പ്രശ്നം? ഇവിടെ ആരെയാ പേടിക്കുന്നത്? ഞാൻ എന്നെ തന്നെ അച്ഛാ പേടിക്കുന്നത്. പ്രിയേ. ഇല്ല അമ്മേ, അച്ഛൻ അറിയണം. ഇനി മറച്ചു വെക്കാൻ എനിക്ക് വയ്യ. എല്ലാം അച്ഛൻ അറിയട്ടെ. വാ അച്ഛ. പ്രിയേ, 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 വാതിൽ തുറക്ക്. ഞാൻ പറയുന്നത് കേൾക്ക് പ്രിയേ. എന്താ മോളെ? വാതിൽ തുറക്ക്. എന്താ മോൾക്ക് പറയാനുള്ളത്? പ്രിയേ, കതക് തുറക്കാൻ. എന്താ മോളെ? മോള് പറ. എന്താ ഇത്? അച്ഛൻ തുറന്നു നോക്ക്. ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണല്ലോ. സുപ്രിയ രവികുമാർ. അതെ, ക്രിസ്ത്യൻ മെഡിക്കൽ സെന്ററിൽ എന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ സുജാപിള്ള സർട്ടിഫൈ ചെയ്ത പേപ്പേഴ്സാണ്. പ്രിയേ, പ്രിയേ. ജലജെ, എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ കാണുന്ന എന്താന്ന്? ദുബായിൽ നിന്ന് ഞാനും പ്രിയയും കൂടി നേരത്തെ നാട്ടിലേക്ക് വന്നില്ലേ? പിന്നെ 1.5 വർഷം കഴിഞ്ഞ രവി വന്നത്. അതിനിടയ്ക്കുണ്ടായ സംഭവമാണ്. പറ്റിപ്പോയി. ഇനി എന്ത് വേണമെന്ന് അച്ഛൻ തീരുമാനിക്ക്. ഞാൻ കല്യാണത്തിന് തയ്യാറല്ല. ഇങ്ങനെയാണോ ജലജെ നീ എന്നെ സ്നേഹിക്കുന്നത്? നമ്മുടെ മോളുടെ ഭാവി. എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചു? പറയാൻ. എന്റെ സൈഡ് കൂടി രവി ആലോചിച്ച് നോക്ക്. ഞാൻ ഹെൽപ്ലെസ് ആയിരുന്നു. നോക്ക്, സുപ്രിയയ്ക്ക് കുട്ടിക്കാലം മുതൽ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത രവിയായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, പെൺകുട്ടിയാണ്, ഒരു നിയന്ത്രണം വേണമെന്ന്. ഇപ്പൊ എന്തായി? എനിക്കൊരു ന്യായവും കേൾക്കണ്ട.
പറ്റിക്കപ്പെട്ടത് ഞാനാ. അമ്മയും മോളും ചേർന്ന് എന്നെ വെടിയാക്കുക. നിനക്കെങ്കിലും ഒരു സൂചന തരായിരുന്നില്ലേ? എങ്കിൽ രവിക്ക് എന്ത് ചെയ്യാൻ കഴിയായിരുന്നു? അന്ന് പറയുന്നതും ഇന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. രവി എന്റെ പേരിൽ പഴിചാരി. ഏതൊരു പെൺകുട്ടിയുടെയും അമ്മ ചെയ്യുന്ന അതേ കാര്യമേ ഞാനും ചെയ്തുള്ളൂ. അന്ന് നിലനിൽപ്പായിരുന്നു പ്രശ്നം. തെറ്റും ശരിയും പിന്നത്തെ കാര്യം. ആശുപത്രിയിൽ നിന്നുള്ള രേഖകളല്ലേ രവി കണ്ടുള്ളൂ. ബാക്കി അറിയണോ? ഞാൻ പറയാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും കാണുകയും വേണ്ട. രവി പ്ലീസ്, രവി, രവി പ്ലീസ്. രാത്രിയില് വിദ്യേച്ചയായിട്ട് ഫോണിൽ വലിയ ചർച്ചയൊക്കെ കേട്ടു. എന്തായിരുന്നു വിഷയം? കേട്ടെങ്കിൽ പിന്നെ ചോദിക്കുന്ന എന്തിനാ? ചേച്ചി കേട്ട കാര്യങ്ങൾ തന്നെയാ സംസാരിച്ചത്. ഞാൻ നിങ്ങളുടെ വർത്താനം ഒന്നും ഒളിഞ്ഞെന്ന് കേട്ടൊന്നുമില്ല. ഫോണില് വിദ്യേച്ചയാണെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഒളിച്ചു നിന്ന് കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പൊ കേട്ടാലും ഒളിക്കാൻ എനിക്കും അമ്മയ്ക്കും ഇടയിൽ ഒന്നുമില്ല. പിന്നെ എനിക്കാണ് ഒളിക്കാനുള്ളത്. കാർത്തികേച്ചി രാവിലെ എന്നോട് എന്തിനാ മുഖം കറുപ്പിക്കുന്നത്? ഇപ്പൊ അങ്ങനെയായോ? രാവിലെ ആയാലും വൈകിട്ടായാലും എന്നെ എതിയേട്ടനെ കാണുമ്പോ മുഖം കറുപ്പിക്കുന്നത് നന്ദനെ ഉദയേട്ടനുമാ. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട. എന്തൊക്കെയാ കാർത്തികേച്ചി പറയുന്നത്? സത്യം, പകൽ പോലെയുള്ള സത്യം. അനിയനും ഭാര്യയും രണ്ടാം തരക്കാരാണല്ലോ. ഈ അവഗണനയുടെ ഫലം കൊണ്ടാ ഇന്നലെ അമ്മാവന്റെ മുന്നിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വന്നത്. നമ്മുടെ ഭാഗത്ത് അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ അർഹതയുള്ളവർ ചോദിച്ചെന്നിരിക്കും. അമ്മാവനോട് തട്ടിക്കയറാതെ മിണ്ടാതിരുന്നതും തെറ്റാവെന്ന് കരുതിയില്ല. നന്ദന അധികം ന്യായമൊന്നും പറയണ്ട. അമ്മയെ കണ്ടുപിടിച്ചുകൊണ്ട് വരാനുള്ള വഴി നോക്ക്. യതിയേട്ടൻ അക്കാര്യത്തിൽ തീരെ ഉത്തരവാദിത്വം ഇല്ലെന്ന് സ്ഥാപിക്കാൻ നോക്കണ്ട. മൂത്ത മകനോടും ഭാര്യയോടും അമ്മയ്ക്ക് മുഷിച്ചിലാണെങ്കിൽ ഇവിടെ ഇളയ മകനും ഭാര്യയും ഉണ്ടല്ലോ. അമ്മയുടെ കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് മറച്ചുവെക്കാനാണ് യതിയേട്ടൻ മുഖം തരാതെ നടക്കുന്നതെന്നാ ഇവിടെ ഒരാള് പറയുന്നത്. മുഖം തരാതെ നടക്കിയേ? ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കല്ലേ നന്ദനെ? പിന്നെ എന്തിനാ ഞങ്ങളെ കാണുമ്പോ യതിയേട്ടൻ മാറിപ്പോകുന്നത്? എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ എങ്ങനെയാ മനസ്സിലാക്കുക? നന്ദന തന്നെത്താൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടുക. വന്ന് മില്ലിന്റെയും കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും മുഴുവൻ കാര്യങ്ങളും യതിയേട്ടന്റെ തലയിലായിരിക്കുക. ഇന്നലെ തന്നെ വന്നു കിടന്നത് രാത്രിയിൽ ഒരു നേരം ആയപ്പോഴാ. 2 JCB പണിയെടുത്തോണ്ട് നിന്നതാ. ഉച്ചയോടെ ഒരെണ്ണം കേടായി. പിന്നെ അതിന്റെ പുറകെ പോകേണ്ടി വന്നു. അല്ലാതെ ആരെ ഒളിച്ചു നടക്കേണ്ട കാര്യമൊന്നും യതിയേട്ടനില്ല. ഞങ്ങൾ ആരുടെയും പണക്കിടി മോഷ്ടിച്ചിട്ടില്ല. വേറെ തരികിട പരിപാടികളൊന്നും കാണിച്ചിട്ടുമില്ല. ഇങ്ങനാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ. മടുത്തു. അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടവും. ഞാൻ കള്ളപ്പുള്ളിയൊന്നും അല്ല. ഒരു സംശയം കൊണ്ട് വന്നിരിക്കുന്നു. വല്ലാത്തൊരു സംശയം തന്നെ. സംശയോ? ആരെ? ഞാനല്ല. ഓ, അതങ്ങനെ. നീയായിരുന്നോ? ആരെ സംശയിക്കുന്ന കാര്യമോ നീ പറയുന്നത്? നിങ്ങളെ തന്നെ.
നന്ദനയുടെ തലയിലാ സംശയം കയറിയിരിക്കുന്നത്. എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്റെ നാവിന്ന് അവക്ക് എന്തെങ്കിലും വീണ് കിട്ടൂ? അവളെ കാണുമ്പോ യതിയേട്ടൻ ഒഴിഞ്ഞു മാറി പോകുന്നു പോലും. നിങ്ങൾ 24 മണിക്കൂർ നന്ദനയുടെ മുമ്പിൽ ചെന്ന് നിൽക്കണമായിരിക്കും. നാട് വിട്ടു പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. നന്ദനയെ പേടിച്ചോ? പെട്ടുപോയാൽ അകത്താ മതി, അത് മനസ്സിലാക്ക്. ഞാൻ ഗൾഫിലേക്ക് എങ്ങാനും കിടക്കാനുള്ള പരിപാടി നോക്കാൻ പോവാ. പെട്ടെന്ന് മുങ്ങി അത് സംശയത്തിനിടയാവില്ലേ? ഓ, നാളെ രാവിലെ പോകുന്ന കാര്യമല്ല. എന്തെങ്കിലും കാര്യം കണ്ടുപിടിച്ചിട്ട് നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്കണം. ഉദ്ദേശിച്ച കാര്യവും നടന്നില്ല, കാശും പോയി, ടെൻഷൻ മാത്രം ബാക്കി. അപ്പോ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള ഭാവമാണോ? എന്നാ രണ്ടുപേർക്കും കൂടി തൂങ്ങാം. ചുമ്മാ ഓരോരോ ഇടി. ഒരാളെങ്കിലും ഇവിടെ നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല നിനക്ക്. കുന്നത്തൂരെ സകല ബിസിനസ്സും നന്ദനെ പിടിച്ചടക്കും. അതേതായാലും പറ്റില്ല. അതാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടാവണമെന്ന്. ആലോചിക്കട്ടെ ഞാനൊന്ന്.